ഹലോ ഹണീസ്, സുഖമാണോ? എനിക്ക് സുഖമാണ്. നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഇത് നമ്മുടെ 1 ഇയർ ആനിവേഴ്സറിയുടെ സ്പെഷ്യൽ സ്റ്റോറിയാണ്. അപ്പം ഇത് എത്രത്തോളം നന്നായി അല്ലെങ്കിൽ എത്രത്തോളം മോശമായി എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ആനിവേഴ്സറിയുടെ ആ ടൈമിൽ തന്നെ ഇത് അപ്ലോഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഷെഡ്ബിഡേന്ന് വെച്ചിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് ഡബൊക്കെ ചെയ്ത് സെറ്റാക്കിയതാണ്. അപ്പോൾ പിന്നെ ഈ നെറ്റ്വർക്ക് ഇഷ്യൂ, ഞാൻ ഇത് ഡബ് ചെയ്യുന്ന സമയത്തും ഇത് എപ്പോൾ അപ്ലോഡ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്നൊക്കെ അപ്ലോഡ് ചെയ്യാൻ നിൽക്കുന്നുണ്ടോ അന്നൊന്നും അത് അപ്ലോഡ് ആയിട്ടില്ല. 2-3 ദിവസം എന്തായാലും പിടിക്കും. കാരണം ഒരു കാട്ടുമുക്കിലാണ് വീട്, നെറ്റ് തീരാന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഉപകാരം ഉണ്ടാവാറില്ല. ദെൻ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡി ബാങ്ക്ടൺ ചാനലിൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഒരു ഫ്രണ്ട്ലി ചാറ്റ് ഗ്രൂപ്പാണ് ആൻഡ് ഗേൾസ് ഓൺലി ആണ്. അപ്പോൾ അതിൻ്റെ വെരിഫിക്കേഷൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ. പക്ഷേ ഈ കമ്മ്യൂണിറ്റി ഇടുന്ന സമയത്ത് അധികം പേർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇപ്പം ലാസ്റ്റായിട്ട് ഇട്ടിട്ടുള്ള കമ്മ്യൂണിറ്റിയിലാണ് ഈ ലിങ്ക് കൊണ്ടിട്ടിട്ടുള്ളത്. അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർ ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ 1 ഇയർ ആനിവേഴ്സറി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഗായ്സ്. ബാലേട്ട, ഇതൊന്ന് പാക്ക് ചെയ്ത് വെക്കോ, എനിക്ക് കിച്ചണിൽ ഇച്ചിരി പരിപാടിയുണ്ട്. നീ അവനെ വിളിച്ചോ? അയ്യോ, ഞാൻ മറന്നു. ഹലോ ഡാ മോനെ വിഷ, നീ ഇത് എവിടെ പോയി കിടക്കാം? പെട്ടെന്ന് വന്നേ. അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം, നീ പെട്ടെന്ന് വാ. ശരി. ഈശ്വര, എന്റെ തോരനിപ്പൊ കരിയും. കിടന്ന് പരക്കം കെട്ടാതെ ലീലേ, ഒന്ന് സാവധാനം ചെയ്തു നോക്ക്. അവിടെ എങ്ങനെ തെന്നിപ്പടഞ്ഞ് വീണാലേ ഇനി അത് മതി. ഡേ മനുഷ്യ, എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുതേ. ഞാൻ ആകെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക. എന്തെങ്കിലും ഒരു പണി ചെയ്ത് തീർക്കാറുണ്ടെന്നറിയോ? പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ബാഗും പാക്ക് ചെയ്തിരുന്നാ മതിയല്ലോ. ഞാൻ പറഞ്ഞല്ലോ നിന്നോട് വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാന്ന്. ഇനി ഹെൽപ്പ് ചെയ്തിട്ട് എനിക്ക് ഇരട്ടി പണി ഉണ്ടാക്കി വെക്കാനോ? അല്ല പൊന്നു മനുഷ്യ, നിങ്ങളെ ബാഗ് പാക്ക്. ഞാൻ എന്റെ ജോലി എടുക്കട്ടെ, എന്നെ കോൺസെൻട്രേഷൻ പോകും. അമ്മാ. വന്നോ? എവിടെ ആയിരുന്നു വിഷ? നീ? ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്താ അമ്മ, നിങ്ങൾ കാര്യം പറ. നീ സമയം കളയാതെ ചെന്ന് ബാഗൊക്കെ പാക്ക് ചെയ്യ്. എങ്ങനെ? എടാ, നാട്ടിൽ നിന്ന് കുട്ടനാന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് നാട്ടിൽ പോണോന്ന്. കുടുംബക്ഷേത്രത്തിൽ വെച്ച് പൂജ നടത്താനുണ്ടെന്ന്. എന്ത് പൂജ? സർപ്പപൂജ. സർപ്പപൂജയോ? തിരുമേനിയാ പറഞ്ഞേ, നമ്മുടെ തറവാട്ടില് സർപ്പശാപം ഉണ്ടെന്ന്. അതിനായി ഈ പറയുന്ന പൂജകളൊക്കെ തന്നെ ചെയ്തേ പറ്റൂ. എന്നിട്ട് എന്നാ പോകുന്നേ? എടാ, ഇന്ന് 6 മണിക്കാ ഫ്ലൈറ്റ്. എന്റെ അമ്മ, ഒന്ന് നേരത്തെ പറയണ്ടേ? എടാ, കുട്ടമാമ ഇപ്പോഴല്ലേ വിളിച്ചേ? ഇനി എന്റെ സാധനങ്ങളൊക്കെ എവിടെയാണോ എന്തോ. അമ്മ, എന്റെ ജഡ്ഡി ഉണ്ടോ? ആ ബാസ്കറ്റ് നോക്കടാ, ഇവനെ കൊണ്ട്. അമ്മ. എന്താ വിശ്വ? ഇങ്ങോട്ട് വന്നേ. എന്താടാ, മനുഷ്യനൊരു ജോലി ചെയ്യാനും സമ്മതിക്കില്ലേ? എന്റെ ബെൽറ്റ് കാണാനില്ല. എല്ലാം കൂടെ വാരി പുറക്കെ ഇടുമ്പോ ആലോചിക്കണം അത്. ഈ കിടക്കുന്ന പിന്നെന്താടാ? ഞാൻ കണ്ടില്ല. ഈശ്വരന് കണ്ണും കാണണ്ടായോ? അതെങ്ങനെയാ? ഏത് സമയവും ഫോണിലും ലാപ്പിലൊക്കെ തന്നെയല്ലേ തല. കണ്ണടിച്ചു പോയില്ലേ അത്ഭുതമുള്ളൂ. ഈശ്വര, ഒരു കുപ്പേരി പോലെ ഇത് തന്നെ ദിവസവും പറഞ്ഞോണ്ടിരിക്കുന്ന എന്തിനാ അമ്മ? അമ്മ പോയേ, അമ്മയുടെ പണി നോക്ക് പോയി. അത് ശരി, വിളിച്ചു വരുത്തി അപമാനിച്ചു വിടുന്നോ? ആക്ച്വലി എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയല്ലോ. അമ്മ പോ, റെഡിയാവാ. 6 മണിക്ക് ഫ്ലൈറ്റ്. ഈശ്വര, ഒന്നും ചെയ്തു തീർത്തില്ല. പാലേട്ടാ, ഒന്ന് വന്നേ. മൗലിമണി തിങ്കളാസേ ചാരുശീലേ നാഗവല്ലി മനോന്മണി രാമനാഥൻ തേടും ബാലേ മാണിക്യവാസകർ മൊഴികൾ നൽകി ദേവി മാണിക്യ
കാലാവസ്ഥ തീരെ പോരാ. ഇരുന്ന് മുഷിഞ്ഞോ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. അയ്യോ, ഇതാരാ? കൈക്കുഞ്ഞായിരുന്നപ്പോ കണ്ടതാ ഇവനെ. ആളങ്ങ് വളർന്ന് വലുതായല്ലോ. മോനെ വിശ്വ, ഇതാടാ ഞങ്ങൾ പറയാറുള്ള കുട്ടമാമ. ആ, നിങ്ങൾ വന്നാട്ടെ. തറവാട്ടില് ഇമ്മിനി പണിയോട് ബാക്കിയുണ്ട്. വർഷങ്ങളേറെ ആയില്ലേ അടച്ചിട്ടിട്ട്. തറവാടിന് ഒരുപാട് അവകാശികളുണ്ട്. പക്ഷെ ഉണ്ടായിട്ട് ഒരു പ്രയോജനമില്ല. ഞാൻ കരുതിയത് നിങ്ങളും വരില്ലെന്നാ. അല്ല, അപ്പൊ ഏട്ടനും ചേച്ചിയും വരില്ലേ? ഇല്ല കുഞ്ഞെ, ഞാൻ ആവുന്ന അത്ര വിളിച്ചു നോക്കി. സാരില്ല. കുട്ടമാമ എന്താ ഇപ്പൊ പെട്ടെന്നൊരു പൂജയൊക്കെ? അത് മോളെ, തറവാട്ടിന് ചുറ്റുപാടുള്ളവർക്ക് സമാധാനം നഷ്ടമായി. അനർത്ഥങ്ങളും ദുർമരണങ്ങളും അല്ലാണ്ടായി. ഇവിടെ പണിക്ക് നിൽക്കണ പെണ്ണിനെ പാമ്പ് കുത്തി മരിച്ചു. ഈശ്വര. തോട്ടക്കാരൻ ബാലം കുഴഞ്ഞു വീണു. ഇതിങ്ങനെ കൂടിക്കൂടി വന്നപ്പോഴാ ഞാൻ തിരുമേനിയെ ചെന്ന് കണ്ടത്. അപ്പോഴാ അറിയുന്ന ഈ സർപ്പശാപത്തെക്കുറിച്ച്. പ്രതിവിധിയായി പറഞ്ഞത് തറവാട്ടി വെച്ച് പൂജ നടത്താനാ. കുട്ടമാമ, എന്താ മക്കളെ? ഈ സർപ്പശാപം ഉണ്ടാവാനുള്ള കാരണം എന്തായിരിക്കും? വ്യക്തമായിട്ട് അറിയില്ലെങ്കിലും അറിയുന്നത് പറയാലോ. വർഷങ്ങൾക്ക് മുന്നേ ഈ തറവാട്ടിൽ സർപ്പപൂജ ചെയ്തു വന്നിരുന്നതാണ്. തറവാട്ട് മുറ്റത്ത് സർപ്പക്കാവും സർപ്പപ്പുറ്റൊക്കെ ഉണ്ട്. ആ പുറ്റിൽ മുടങ്ങാതെ പൂജ ചെയ്തിരുന്നു. ആദ്യമൊക്കെ തമ്പുരാനും തമ്പുരാട്ടിയും ഉണ്ടായിരുന്നപ്പോൾ പൂജയ്ക്ക് ഒരു മുടക്കവും സംഭവിച്ചില്ലായിരുന്നു. അവർ പോയ പിന്നെ മക്കൾ ചെയ്തു 2 വർഷം. പിന്നെ അടിയായി. ഞാൻ ചെയ്യില്ല, നീ ചെയ്യുന്നും പറഞ്ഞ്. ഈ പൂജയ്ക്ക് അത്യാവശ്യ ചെലവുണ്ടേ. ഇപ്പൊ 7 വർഷത്തോളമായി പൂജ നിർത്തിവെച്ചിട്ട്. ഈ വരുന്ന അമാവാസി ദിനത്തിൽ നാഗമ്മയ്ക്ക് 7 വർഷത്തെ ശക്തി ഒരുമിച്ച് ലഭിക്കും. അങ്ങനെ സംഭവിച്ച നാഗമ്മ പുറ്റിലെ ബന്ധനം മറികടന്നു വരികയും ഈ കുലം മൊത്തം നശിപ്പിക്കുകയും ചെയ്യും. അമാവാസി ദിനത്തിലെ നാഗമ്മ ശക്തിയെ ഭേദിക്കാൻ കന്യക പൂജയ്ക്ക് മാത്രമേ കഴിയൂ. അതിനാൽ കന്യക പൂജ നിർബന്ധമായും ചെയ്യണമെന്നാണ് തിരുമേനി പറയുന്നത്. ഇതാരാ ഈ സമയത്ത് കുളക്കടവില്? ഉരുകുതേ മരുകുതേ ഒരേ പാർവയാലേ. അമ്മ, ഞാൻ ഇവിടുത്തെ സർപ്പക്കാവ് കണ്ടിട്ടില്ല. ഞാനൊന്ന് കണ്ടിട്ട് വരാം. പിന്നെ അവിടെ ഇവിടെ തൊടാനും പിടിക്കാനോ ഒന്നും നിൽക്കണ്ട. കണ്ടിട്ട് പെട്ടെന്ന് നിങ്ങൾ പോരെ. ആ അമ്മ. ഇവളെയല്ല ഞാൻ ഇന്നലെ കുളക്കടവിൽ വെച്ച് കണ്ടേ. ഇവളെന്താ ഈ കാവി ചെയ്യുന്നേ? തീരെ എത്തിക്കുന്നു. ആവാളച്ചെറേലെ മീനിൻ്റൊപ്പം നീന്തി തുടിച്ചു വളർന്ന പെണ്ണ്. കല്ലൂരെക്കാട്ടിലെ മാനിൻ്റൊപ്പം തുള്ളി കളിച്ചു വളർന്ന പെണ്ണ്. കുട്ടമാമയെ കാണണം. കുട്ടമാമ, ആ എന്താ കുഞ്ഞെ, നീ കിടന്ന് ഉറങ്ങിയില്ലായിരുന്നു? ഇല്ല, എനിക്ക് ഉറക്കം വന്നില്ല. ഞാനൊന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാ. ഇതൊരു പുതുമയാണല്ലോ, എന്നോട് സംസാരിക്കാൻ ഒരാൾ ഇങ്ങോട്ട് വരികയെ. എന്താ കുട്ടിക്ക് പറയാനുള്ളത്? അത് മടിക്കാതെ പറഞ്ഞോ. അത് ഞാനൊരു പെൺകുട്ടിയെ സ്വപ്നം കാണാറുണ്ടായിരുന്നു. ഈടെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണാറുണ്ട്. ആ കുട്ടിയെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു. ഇവിടെ വെച്ചോ? ഞാൻ കുളക്കടവി വെച്ച് കണ്ടു. പിന്നെ ഈ സർപ്പക്കാവി വെച്ച് കണ്ടു. അവള് കാവിലെന്തോ തിരി കൊളുത്തുന്നതൊക്കെയാണ് ഞാൻ കണ്ടേ. ഇനി ഞാൻ കാണുമ്പോൾ കുട്ടമാമയ്ക്ക് കാണിച്ചു തരാം.
ആ ശരി, ഇനി കുഞ്ഞു പോയി കിടന്നോ, നല്ല മഞ്ഞുണ്ട്. ആ ശരി. കുട്ടമാമ, പൂജക്കുള്ള പൂക്കള് ഞാനിത് ഇവിടെ വെച്ചിട്ടുണ്ടേ. ആ മോളെ, അവിടെ ഇരുന്നോട്ടെ. കുട്ടമാമ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ അത് ഈ കുട്ടിയാ? ആഹാ, അത് ഇവളാണോ? ഇത് ഇവിടത്തെ കുട്ടിയാ. ഇവിടെ പണ്ട് ദഹനക്കാരിയായിരുന്ന സാവിത്രിയുടെ മകളാ ഇത്, സത്യഭാമ. സാവിത്രിയുടെ മരണശേഷം അമ്മയുടെ സ്ഥാനം അവൾ ഏറ്റെടുത്തു. എന്താ കൈപുണ്യം! പിന്നെ നല്ല ഭയഭക്തിയുള്ള കുട്ടിയാ. അത് മുഖത്ത് കാണുന്നുണ്ട്. എന്തൊരു തേജസ്സാ. ബാല, പിന്നെ ഒരു കാര്യം വിട്ടുപോയി. കന്യക പൂജക്കായി തിരുമേനി പറഞ്ഞു വെച്ചത് സത്യഭാമയെയാണ്. അല്ല, ആ കുട്ടി നമ്മുടെ തറവാട്ടിലെ അല്ലല്ലോ. അതൊരു തടസ്സമേ അല്ല. കാലാകാലത്തോളം നാഗമ്മക്ക് പൂജ ചെയ്യുന്ന കുട്ടിയായത്. കന്യകയും എല്ലാം കൊണ്ടും അതിന് അനുയോജ്യമായവൾ അവൾ തന്നെയാണ്. ബാല, നാളെയാണ് അമാവാസി പൂജ ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് കന്യക പൂജ ഉണ്ടാവും. ഇനി അങ്ങോട്ട് എന്നും തിരക്കായിരിക്കും. ഇപ്പോ എല്ലാരും ചെന്ന് കിടന്നുറങ്ങാൻ നോക്ക്. നാളെ രാവിലെ നേരത്തെ എണീക്കാനുള്ളതല്ലേ. ഇതൊരു ശീലമായല്ലോ ഈശ്വര. ഓ, തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഞാൻ മടുത്ത്. നിദ്രാദേവി എന്താ ഒന്നും മൈൻഡ് ചെയ്യാത്തേ? ഒന്ന് കുളക്കട വരെ പോയിട്ട് വരാം. ഈശ്വര, ഈ കുട്ടിക്ക് ഉറക്കമില്ലേ? എന്ന് ഈ നട്ടപ്പാതിരിക്കുന്നതിനെ ഇവള് ഇവിടെ വന്നിരിക്കുന്നേ? അതേ കുട്ടി, താനെന്താടോ ഈ നട്ടപ്പാതിരക്ക് ഇവിടെ വന്നിരിക്കുന്നേ? തനിക്ക് ഉറക്കമൊന്നുമില്ലേ? ഞാനെന്നും ഈ സമയത്ത് ഇവിടെ വന്നിരിക്കും. അതൊരു ശീലമാ. അല്ല, ഈ സമയത്തൊക്കെ ഇവിടെ വന്ന് തനിച്ചിരിക്കാൻ തനിക്ക് പേടിയില്ലേ? പേടിയോ? എന്തിന്? ഏയ്, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ ഇപ്പോ? എന്തോ ഉറക്കം വന്നില്ല. വീട് മാറി കിടന്നതിന്റെ ആയിരിക്കും. ഇവിടേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. താനാണല്ലേ ഇവിടെ കുക്ക് ചെയ്യുന്നത്? അതെ. നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡിനൊക്കെ. എനിക്ക് എന്റെ അമ്മയുടെ കൈപ്പുണ്യം കിട്ടിയിരിക്കുന്ന കുട്ടമാമ പറയുന്നത്. ബാമ, താൻ ഇവിടെ എവിടെയാ താമസിക്കുന്നേ? ഞാൻ കുട്ടമാമയുടെ അടുത്താ. എനിക്കും കുട്ടമാമയ്ക്കല്ലേ ആരുമില്ലാത്ത. എനിക്ക് അച്ഛനായിട്ട് കുട്ടമാമയുണ്ട്, കുട്ടമാമയ്ക്ക് മകളായിട്ട് ഞാനും ഉണ്ട്. സ്വന്തം അല്ലെങ്കിലും അങ്ങനെ പറയാനാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടം. പിന്നെ കഴിഞ്ഞ ദിവസം നിങ്ങളെന്താ സർപ്പക്കാവ്യ വന്നിട്ട് അവിടെ കയറാതെ പോയേ? അത് പെട്ടെന്ന് തന്നെ അവിടെ കണ്ടപ്പോ. അതിനെന്താ, ഏതായാലും വന്നതല്ലേ, ഒന്ന് തൊഴുതിട്ട് പോവായിരുന്നു. സമയമുണ്ടല്ലോ, ചെയ്യാം. നിങ്ങളുടെ പേരെന്താ? വിശ്വജിത്ത്. എങ്കിൽ ഞാൻ ജിത്തൊന്ന് വിളിക്കാം അല്ലേ? നിന്റെ ഇഷ്ടം. കുട്ടമാമ പറഞ്ഞത് നീ അധികം സംസാരിക്കില്ലെന്നാണല്ലോ. പറഞ്ഞത് തെറ്റൊന്നുമില്ല. ഞാനങ്ങനെ എല്ലാവരോടും ചാടിക്കയറി സംസാരിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. ആരെങ്കിലൊക്കെ സംസാരിക്കാൻ വന്നാലും എനിക്ക് ചിലപ്പോൾ സംസാരിക്കാൻ താല്പര്യമേ തോന്നാറില്ല. പക്ഷെ ചിലരുടെ അടുത്താണെങ്കിൽ ഞാൻ പെട്ടെന്ന് കണക്റ്റ് ആവും. ഇതുപോലെ നമ്മൾ തമ്മിൽ മുൻ പരിചയമൊന്നും ഇല്ലെങ്കിലും എനിക്കെന്തോ സംസാരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. പിന്നെ ഈ പാതിരാത്രിക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് നല്ല സ്വഭാവമല്ല. അത് ഞാൻ വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല. എനിക്കെന്തോ എല്ലാവരും ഇറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ഒന്ന് തനിച്ചിരുന്നാലേ എൻ്റെ മനസ്സിനൊരു ആശ്വാസം കിട്ടും. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ശീലമൊന്നുമല്ല. എൻ്റെ അമ്മ പോയി പിന്നെ ഞാൻ ഇവിടെ വന്നിരുന്ന എൻ്റെ സങ്കടമൊക്കെ തീർക്കുന്ന
ഇവിടെ വന്നിരുന്ന് ആരോടൊന്നില്ലാതെ എൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു കരയും. അപ്പോൾ എനിക്കെന്തൊരു ആശ്വാസം കിട്ടും. അല്ല, അമ്മയ്ക്ക് എന്താ പറ്റിയേ? അമ്മയ്ക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഓടി നടന്ന് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാ. പിന്നെ എന്തോ കുഴഞ്ഞു വീണതാ. ജിത്തു, തനിക്കൊരു കാര്യം അറിയോ? എൻ്റെ അമ്മയുടെ പായസം ഉണ്ടല്ലോ ഇവിടെ ഫേമസ് ആണെന്നേ. എന്തൊരു ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ എൻ്റെ അമ്മയാ പായസം വെച്ചോണ്ടിരുന്നേ. അമ്മ പോയ പിന്നെ ആ ജോലി ഞാൻ അങ്ങേറ്റെടുത്ത്. ഇപ്പൊ ഞാനാ വെക്കുന്നേ. എൻ്റെ അമ്മ വെക്കുന്നതിൻ്റെ അത്രയും ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ലെങ്കിലും തരക്കേടില്ലാണ്ട് ഞാനും വെക്കും. കുറെ സമയം കൊണ്ട് ഞാൻ തന്നെ ബളബളാന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ. ജിത്തു എന്താണെന്ന് സംസാരിക്കാത്തേ? ഏയ്, ഞാൻ നീ പറയുന്നത് കേട്ടോണ്ടിരിക്കല്ലേ. എന്നോടൊക്കെ പറയാന്നേ. ഞാൻ തന്നെ ഇങ്ങനെ വായിട്ടളിച്ചോണ്ടിരുന്ന ജിത്തുവിന് ബോറടിക്കും. ഹേയ്, നല്ല രസമുണ്ട് കേട്ടോണ്ടിരിക്കാൻ. ജിത്തു, താൻ ദൈവവിശ്വാസിയാണോ? അങ്ങനെയൊക്കെ ചോദിച്ചാ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പക്ഷേ അമ്മേനെ നിർബന്ധിപ്പിച്ച് അമ്പലത്തിലൊക്കെ പറഞ്ഞു വിടും. താൻ മുടിഞ്ഞ ദൈവവിശ്വാസിയാണല്ലേ? ആ, ആരില്ലാത്തവർക്ക് ദൈവം കൂട്ടുണ്ടാവുന്നല്ലേ പറയുന്നേ. എനിക്ക് ആരില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ദൈവവിശ്വാസിയാ. തൻ്റെ ഫേവറേറ്റ് ദൈവം ആരാ? അങ്ങനെ ചോദിച്ചാ എല്ലാ ദൈവങ്ങളും എനിക്ക് ഇഷ്ടമാ. പക്ഷേ കുറച്ചുകൂടെ ഇഷ്ടം അല്ല നാഗമ്മയാ. നാഗമ്മയോ? അതെ, ഇവിടെ കാവിലെ. ഓ, നീ നാഗമ്മ ഫാനാണല്ലേ? അതെ, എൻ്റെ അമ്മ കുഞ്ഞുനാളിലെ നാഗപൂജ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഞാനും അത് കണ്ടങ്ങ് പഠിച്ചു. അമ്മ പോയ പിന്നെ ഞാനാ ഇവിടെ പൂജ ചെയ്യുന്നത്. എവിടെ? ആ കാവിലോ? ആ കാവിലും പിന്നെ കൊട്ടാരത്തിലൊരു പുറ്റ് കണ്ടിട്ടില്ലേ, അവിടെ ഞാനാ ചെയ്യുന്നേ. ആ കൊട്ടാരത്തിലെ പുറ്റിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ബട്ട് ഞാൻ കണ്ടിട്ടില്ല. നാളെ ആവട്ടെ, ഞാൻ തന്നെ കാണിച്ചു തരാം. എന്താ ഇങ്ങനെ നോക്കുന്നേ? തന്നെ കാണാൻ എന്തൊരു ചന്തവാ. ശരിക്കും ഉം. ഞാനെന്റെ അമ്മയെ പോലെയാ. ആണോ? അത് സെയിമാ. ഇതുപോലെ തന്നെ എൻ്റെ അമ്മ. കുട്ടമ്മ പറയുന്നത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് പകരമായിട്ട് വന്നതാണെന്ന്. ജിത്തു, ഇനി നമുക്ക് പോയാലോ? കുറെ സമയമായി. അതെ, സംസാരിച്ചിരുന്നു. സമയം പോയതേ അറിഞ്ഞില്ല. വാ പോവാം. കുട്ടമാമ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ? ആ സത്യഭാമയെ നമ്മുടെ വിഷക്കൊന്ന് ആലോചിച്ചാലോ? നല്ല കുട്ടിയാ. എനിക്കും ബാലേട്ടനും ഒരുപാട് ഇഷ്ടമായി. അത് നമ്മൾ തീരുമാനിച്ചതുകൊണ്ട് കാര്യമായില്ലല്ലോ. മക്കൾക്ക് ഇഷ്ടപ്പെടണ്ടേ? വിഷയുടെ കാര്യം ഞങ്ങളെ നോക്കിക്കോളാം. ഞാൻ പറഞ്ഞ അവൻ എന്തായാലും കേൾക്കും. ഇങ്ങനെ അടിച്ചേൽപ്പിച്ചൊക്കെ കല്യാണം കഴിപ്പിച്ച മക്കൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അയ്യോ, ഞാൻ അവനെ അടിച്ചേൽപ്പിച്ച് കല്യാണം കഴിപ്പിക്കൊന്നുമില്ല. എന്തായാലും ഞാൻ പറയുമ്പോൾ തന്നെ അവന് കുട്ടിയെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു കുറവുമില്ലല്ലോ. ആ, നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ സംസാരിക്കാം മോളുടെ അടുത്ത്. ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നടത്തി തരാം. അത് കേട്ടാൽ മതി. ഞാനേ വിഷയോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് കുട്ടമാമയോട് പറയാം. ശരി മോളെ, പൂജക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങണം. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി മാമ. ജിത്തു, ആ ബാമ, നീ ഇതെങ്ങോട്ടാ? ഞാൻ കാവിലേക്കാ. നീ കൂടെ വരുന്നോ? എനിക്കൊരു കൂട്ടാവും. ആ. ബാമ, ഇവിടെയാണോ അതോ തറവാട്ടിലെ പുറ്റിലാണോ നിന്റെ നാഗമ്മയുള്ളത്? അങ്ങനെ ചോദിച്ചാ രണ്ടിടത്തും ഉണ്ടെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. എന്താ അങ്ങനെ ഒരു ചോദ്യം? ഹേയ്, ചുമ്മാ. ഈടായിട്ട് സംശയം ഇത്തിരി കൂടുതലാണല്ലോ. ഹേയ്, അങ്ങനെയൊന്നുമില്ല. അന്ന് വന്നിട്ട് മുഴുവനായും കണ്ടില്ലല്ലോ. വാ, ഞാനിവിടേക്ക് കാണിച്ചു തരാം. ഇനി പോവാം. നിക്ക്. എന്താ ജിത്തു? ആ, അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ, പറഞ്ഞോ. ബാമയുടെ
നാഗമ്മയെ സാക്ഷി നിർത്തി ഞാൻ പറയുക, എനിക്ക് എനിക്ക് ബാമയെ ഇഷ്ടമാണ്. എന്താ പറഞ്ഞേ? അതെ ബാമ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അത് അത് ശരിയാവില്ല ജിത്തു. അതെന്താ? ഞാനിവിടുത്തെ വേറൊരു ജോലിക്കാരിയാ. നിന്റെ സ്ഥാനവും എൻ്റെ സ്ഥാനവും മറന്നു പോകുന്നുണ്ട് ജിത്തു. പ്രണയത്തിന് പദവിയും സ്ഥാനമൊക്കെ ഉണ്ടോ? ആ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇനി എന്നോട് ഇതുപോലെ സംസാരിക്കരുത്. ഇപ്പൊ പറഞ്ഞത് ഇനി പറയുകയും ചെയ്യരുത്. ഞാൻ നിന്നോട് കൂട്ടുകൂടുന്നത് തന്നെ തെറ്റാ. എന്താ ബാമ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇപ്പോഴും നിനക്ക് ഈ പണ്ടത്തെ ചിന്താഗതി മാറ്റാനായില്ലേ? നീ വിചാരിക്കുന്ന പോലെയല്ല ജിത്തു കാര്യങ്ങള്. എനിക്ക് ഈ പദവിയോ സ്ഥാനമോ ഒന്നും കേൾക്കണ്ട. നിനക്ക് എന്നെ ഇഷ്ടമാണോ അല്ലേ, എനിക്കത് മാത്രം കേട്ടാൽ മതി. ജിത്തു വേണ്ട, ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കണ്ട. ഞാനിതറിയാതെ ഇവിടെ നിന്ന് പോവില്ല. ജിത്തു, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട ബാമ. നിനക്ക് എന്നെ ഇഷ്ടമാണോ അല്ലേ? എന്നെ മുഖത്ത് നോക്കി പറയാൻ പറ്റും നിനക്ക് എന്നെ ഇഷ്ടമല്ലെന്ന്? ജിത്തു പ്ലീസ്. ഞാൻ പറഞ്ഞല്ലോ ബാമ, എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. നീ ആരെയായി പേടിക്കുന്നേ? ഈ പദവിയുടെയും സ്ഥാനത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് എങ്ങനെ ഞാൻ മനസ്സിലുള്ള പ്രണയം കുഴിച്ചു മൂടാൻ സാധിക്കുക? നിന്റെ ഭാഗത്തുനിന്ന് എന്ത് മറുപടി തന്നാലും എനിക്ക് പ്രശ്നമില്ല. ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു. ഇഷ്ടമല്ലെന്നാണെങ്കിൽ പിന്നെ ഞാൻ ഒരിക്കലും നിന്റെ കൺമുന്നിൽ പോലും. ജിത്തു വേണ്ട, എനിക്കിഷ്ടാ. എന്നെ കാണാൻ വരില്ലെന്നും എന്നോട് മിണ്ടില്ലെന്നും മാത്രം പറയല്ല ജിത്തു. എനിക്കിപ്പോ ആകെക്കൂടുള്ള കൂട്ട് ജിത്തുവാ. സെറ്റായോ? ഞാനൊരു നമ്പർ ഇറക്കി നോക്കിയതല്ലായിരുന്നു. നിന്റെ നമ്പർ വന്ന് നമുക്ക് പോവാം. ഇവിടെ ആ സമയത്ത് നിൽക്കാൻ പാടില്ലെന്നാ. ജിത്തു, എങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നമുക്ക് രാത്രി കുളക്കടവിൽ വെച്ച് കാണാം. ശരി. വിശ്വ, നീ ഇതവിടുന്ന് ചാടിത്തുള്ളി വരുന്നേ? ഞാൻ ആ സർപ്പക്കാരിലേക്ക് ഒന്ന് പോയതാ. ആഹാ, ഇതിപ്പോ സ്ഥിരമാക്കിയോ? അങ്ങനെയൊന്നുമില്ല, എനിക്കിവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. അമ്മ, ഞാൻ കുളിച്ചു വരുമ്പോഴത്തേക്കും എനിക്കൊരു ചൂട് കോഫി ഉണ്ടാക്കി വെക്കണേ. എന്നാലും ഇവനെന്ത് പറ്റി? ഉന്തി തള്ളി അമ്പലത്തിൽ പറഞ്ഞു വിട്ടാൽ കൂടെ പോവാൻ കൂട്ടാക്കാത്ത ആളാ. ഇതിപ്പോ ഏത് സമയത്തും കാവില്. ഞാൻ പറഞ്ഞില്ലേ, നാട്ടിലേക്ക് വന്ന ആരായാലും നന്നാവും. എന്നിട്ട് നമ്മൾ വന്നിട്ട് കുറച്ച് ദിവസമായി. നിങ്ങളൊരു തവണ പോലും കാവിലേക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇനി കാവിൽ പോയി നന്നാവേണ്ട കാര്യമുണ്ട്? ഓൾറെഡി ഞാൻ നല്ല ആളല്ലേ. ഓവ്, നിങ്ങൾക്ക് വേണോ കോഫി? ആ, എടുത്തോ. കുട്ടമാമ, ഒരു കോഫി ആവാല്ലേ? വേണ്ട മോളെ, എനിക്ക് ബാമക്കോച്ച് ഉണ്ടാക്കി തന്നു. ഞാനിപ്പോ കുടിച്ചിട്ടാ വരുന്നത്. ആഹാ, എങ്കിൽ നിങ്ങൾ സംസാരിച്ചിരിക്കേ. സമയം എന്താ പോവാത്തേ? അല്ലെങ്കിലും കാത്തു നിൽക്കുമ്പോൾ സമയവും പോവില്ല. കുറച്ച് സമയം കയറി കിടന്ന് ഉറങ്ങിയാലോ? അയ്യോ വേണ്ട, എന്നിട്ട് സ്വപ്നം കണ്ട് എണീക്കാനല്ലേ. അതിനൊക്കെ നല്ലത് ഉറങ്ങാതിരിക്കുന്നതാ. ഇവളിതുവരെ വന്നില്ലേ? സമയം ഒരുപാടായല്ലോ. ഇനി കടന്ന് ഉറങ്ങിക്കാണോ? അയ്യോ, കഷ്ടപ്പെട്ട് കാത്തിരുന്ന് ഈ സമയമാക്കിയിട്ട് ഇപ്പൊ ഇവളിതെവിടെ പോയി കിടക്കുക? ജിത്തു, ആ, വന്നോ നീ? ഞാൻ വരില്ലെന്ന് വിചാരിച്ചോ? ആ, ഞാൻ അങ്ങനെ വരാണ്ടിരിക്കാം. ഇന്ന് കുട്ടമാമ ലേറ്റായിട്ടാ കിടന്നെ, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റിയില്ല. ആ, സാരമില്ല. ജിത്തു, ഇന്നലത്തെയും ഇന്നത്തെയും വ്യത്യാസം എന്താ? ഇന്നലെ സാറ്റർഡേ, ഇന്ന് സൺഡേ. അയ്യേ, അതല്ല. ഇന്നലെ നമ്മളിവിടെ വന്നിരുന്നു, ഇന്നും നമ്മളിവിടെ വന്നിരിക്കാം. പക്ഷേ അതിലൊരു വ്യത്യാസമുണ്ട്. ഇന്നലെ നീ ധാവണിയായിരുന്നു, ഇന്ന്. അയ്യേ, ഇതൊന്നും അല്ല. പിന്നെന്താ? ഇന്നലെ നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു, ഇന്ന് നമ്മള്. ഓഹോ, അങ്ങനെ. ബാമ, എന്ത് ഭംഗിയാ നിന്നെ കാണാൻ. എനിക്ക് നാളെ വരിക. ഇങ്ങനെ നോക്കാതെ. ബാമ,
വരൂ പണിക്കരെ. പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചോ? ആ, ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാവരോടും കൂടി ഒരു കാര്യം, ഈ നാഗപൂജ സുന്ദരിയായ കന്യക ചെയ്യണം. പുണ്യവും ശുദ്ധിയും നിറഞ്ഞവളായിരിക്കണം, വിശ്വാസിയായിരിക്കണം, ഭയമില്ലാതെ നാഗമ്മയെ നേരിട്ട് കാണാൻ കഴിവുള്ളവളാകണം. തറവാട്ടിൽ പിറന്നില്ലെങ്കിലും തറവാട്ടിന്റെ കർമ്മയോഗത്തിൽ നിശ്ചയിക്കപ്പെട്ടത് ഇവളെയാണ്. ഈ കുട്ടി പൂജ ചെയ്യുന്നതിൽ ആർക്കെങ്കിലും വല്ല വിരോധവും? ഇല്ല പണിക്കരെ, ഞാൻ എല്ലാവരോടും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ, എങ്കിൽ പിന്നെ സമയം കളയണ്ട, പൂജ ആരംഭിക്കാം. പൂവിൻ ചന്തം കരണക്കുള്ള ചെന്തളിർ പൂമേനി വിണിതയോ ഇട്ടു ചോരും നീ ചോപ്പും ചോളയുമേ വെന്തു പോവാനീവൻ എന്തു ചെയ്തോ വരിക വേണോ വരിക വേണോ വരിക വേണോ വരിക വേണോ ദേവി, എന്തൊരു കാറ്റായത്! ദേവി, ചതിച്ചല്ലോ. എന്തു പറ്റി? ഇതെന്താ ഇങ്ങനെ? കുട്ടാ, നമുക്കെവിടെയോ പിഴവ് സംഭവിച്ചിരിക്കുക. ആ കുട്ടി കന്യകയല്ല. എന്താ പണിക്കരെ ഞാനീ കേൾക്കുന്നേ? അതേ കുട്ട, കുട്ടിയുടെ കന്യകത്വം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അതും ഈ അമാവാസി ദിനത്തിൽ. വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ചത് വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് എന്താ സംഭവിച്ചേ? വർഷങ്ങൾക്ക് മുൻപേ നാഗപൂജ ചെയ്തിരുന്നത് സത്യഭാമയുടെ അമ്മ സാവിത്രിയാണ്. കുട്ട, എല്ലാവരും എല്ലാം അറിയാൻ സമയമായി. ഇനിയൊന്നും മറച്ചു വെക്കേണ്ടതില്ല. സത്യഭാമയുടെ അമ്മ സാവിത്രിയും കുട്ടന്റെ ഒരേ ഒരു മകൻ മഹേശ്വറും തമ്മിൽ മുടിഞ്ഞ പ്രണയത്തിലായിരുന്നു. ഇതുപോലൊരു നാഗ അമാവാസി ദിനത്തിലാ അവരും ഒന്നായത്. ചെറുപ്പം മുതലേ നാഗമ്മ പൂജ ചെയ്തു വരുന്ന കുട്ടിയായിരുന്നതുകൊണ്ട് സാവിത്രിയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ നാഗമ്മക്ക് താമസമൊന്നുമില്ലായിരുന്നു. പിറ്റേ ദിവസത്തെ നാഗമ്മ പൂജയിൽ നാഗമ്മ സാവിത്രിയുടെ ശരീരത്തിലോട്ട് പ്രവേശിച്ചു. പിന്നീട് അങ്ങോട്ട് സാവിത്രിക്ക് മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധിച്ചിട്ടില്ല. ഞാനാ പിന്നീട് നാഗമ്മയെ അവളിൽ നിന്ന് മോചിപ്പിച്ച് ഈ പുറ്റിൽ ബന്ധിതയാക്കിയത്. എന്നാൽ അതേ കാര്യം വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. സാവിത്രിക്ക് പകരം അവളുടെ മകളായ സത്യഭാമയിലൂടെയാണെന്ന് മാത്രം. അല്ല പണിക്കരെ, അപ്പോ ഈ കുട്ടി ആരുമായിട്ടാ? നിന്റെ മകനോട് തന്നെ ചോദിച്ചു നോക്കുക. വിശ്വ, നീ? അതെ അമ്മ, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. സാവിത്രിയുടെ ശരീരത്തിൽ നാഗമ്മ പ്രവേശിച്ചതുപോലെയല്ല, മറ്റൊരു രീതിയിലാണ് സത്യഭാമയുടെ ശരീരത്തിൽ പ്രവേശിക്കാനായിരിക്കുന്നത്. സാവിത്രിയുടെയും മഹേശ്വറിന്റെയും അമാവാസി ദിനത്തിലെ ഒന്നുചേരലില്ല അവൾ ഗർഭിണിയായത്. മാത്രവുമല്ല, അതുപോലൊരു അമാവാസി ദിനത്തിൽ ആയില്യ നക്ഷത്രത്തിലാണ് സത്യഭാമ ജനനമെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നാഗമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായും ലഭിച്ച് ജനനമെടുത്ത കുട്ടിയാണ് സത്യഭാമ. ഇച്ഛാധാരി നാഗവംശത്തിലെ നാഗമ്മയാണ് സത്യഭാമയെ അനുഗ്രഹിച്ചിരിക്കുന്നത്, അതും കാട്ടമ്മയുടെ സന്നിധിയിൽ വെച്ച്. ഇച്ഛാധാരി നാഗവംശത്തിലെ നാഗമ്മ അവൾ അനുഗ്രഹിച്ചത് എപ്പോൾ വേണമെങ്കിലും നാഗമായി മാറാനും മനുഷ്യനായി മാറാനുമുള്ള കഴിവാണ്. ഈ അമാവാസി ദിനത്തിലെ പൂർണ്ണ അമാവാസി നാഴികയിലായിരിക്കും അവൾക്ക് സർപ്പരൂപം ലഭിക്കുന്നത്. അതുകണ്ട് ആരും ഭയപ്പെടേണ്ടതില്ല. അവൾക്ക് നാഗമ്മ നൽകിയ അനുഗ്രഹമാണത്.
അതിനെ ആരും തള്ളിപ്പറയാനോ കുറ്റപ്പെടുത്താനോ പാടില്ല. ഇച്ഛാധാരി നാഗവംശത്തിന്റെ ഗുണത്തിനും നേട്ടത്തിനും വേണ്ടിയാണ് സത്യഭാമയെ ഇങ്ങനെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ഇച്ഛാധാരി നാഗവംശത്തിലെ നാഗങ്ങൾക്ക് ഒരാപത്തും വരാതെ നോക്കേണ്ടത് സത്യഭാമയുടെ കടമയാണ്. അതിനാൽ അമാവാസി നാഴികയിൽ അവൾക്ക് നാഗരൂപം ലഭിച്ചു കഴിഞ്ഞാൽ തോന്നുമ്പോഴൊക്കെ നാഗരൂപത്തിലോട്ടും മറിച്ച് മനുഷ്യരൂപത്തിലേക്കും മാറാൻ സാധിക്കുന്നതാണ്. പൂർണ്ണ നാഴിക എത്താറായി. അതിനുള്ള പൂജ ആരംഭിക്കാം. ജിത്തു, ജിത്തു, അവരെന്തേ? ഇപ്പോ ഇവിടെ ഇരുന്ന് കളിച്ചായിരുന്നല്ലോ. ജിത്തു, എന്നോട് ഞാൻ നോക്കാൻ ഏൽപ്പിച്ചിട്ടല്ലേ പോയെ? നീ ഉള്ള സമയം കയറി കിടന്ന് ഉറങ്ങിക്കോ. ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. അതിനിടക്ക് അവരെ കൂടെ ശ്രദ്ധിക്കണമെന്ന് വെച്ചാ ഇങ്ങനെ ചൂടാവാതെ പെണ്ണെ ഇവിടെ എവിടെയെങ്കിലും കാണും. എങ്കിൽ ചെല് നോക്കിക്കേ. ഓ ഇവിടെ കൊണ്ട് അമ്മ അവന്മാരെ കണ്ടോ? ദേ ആ പുറ്റിന്റെ അടുത്തുണ്ട്. എന്തൊക്കെയോ കുറെ പൂവും കായൊക്കെ പറിച്ചുകൊണ്ടുവന്ന് അത് അലങ്കരിക്കുന്നുണ്ട്. പൂജ ചെയ്യാണത്രേ. ഈശ്വരാ, ഇവന്മാരെ കൊണ്ട് ഞാൻ. എടാ മിച്ചു, മിച്ചു, ഇങ്ങോട്ട് വന്നാ നിങ്ങള്. രണ്ടിനും ഞാനിന്ന് ശരിയാക്കി തരാം. എന്താടാ നിങ്ങൾ രണ്ടും കൂടി ചെയ്യുന്നത്? ഞങ്ങള് നാഗമ്മയ്ക്ക് പൂജ ചെയ്യാമ്മ. അവന്മാരുടെ ഒരു പൂജ. ഇതെന്താ കാട് മൊത്തം പറിച്ചു കൊണ്ടുവന്നിട്ടാണോ പൂജ ചെയ്യുന്നേ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി രണ്ടിനെയും പരിസരത്ത് കണ്ടുപോകരുത്. അപ്പൊ അമ്മ പൂജ ചെയ്യുന്നതോ? അങ്ങനെ ചോദിക്കും മക്കളെ. ജിത്തു, മതി പൂജയൊക്കെ ചെയ്തത്. രണ്ടും കയറിപ്പോയെ. അമ്മ, ഞങ്ങളും കൂടെ പൂജ ചെയ്യട്ടെ. കുട്ടാച്ചാച്ചൻ പറഞ്ഞല്ലോ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് അമാവാസി വരാണെന്ന്. അമാവാസി വരുന്നതിന് മുന്നേ പൂജ ചെയ്യണമെന്ന് കുട്ടാച്ചാച്ചൻ പറഞ്ഞതാ അമ്മ. മക്കളെ, അമ്മ ഇന്ന് രാവിലെ പൂജ ചെയ്തതാ. ഇനി പൂജ ചെയ്യാനാവുമ്പോ അമ്മ വിളിക്കാം. എന്താണ് കഴിഞ്ഞോ നിങ്ങളെ രണ്ടിന്റെയും പൂജ? അമ്മ സമ്മതിക്കുന്നില്ല കുട്ടാച്ചാച്ച. ഇതാ മോളെ, കുറച്ച് പച്ചക്കറിയാ നമ്മുടെ തോട്ടത്തിലുണ്ടായതാ. കുട്ടമാമ കയറിയിരിക്കെ. അച്ഛൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛാ, എന്താ മക്കളെ? കുട്ടാച്ചാച്ചൻ പറഞ്ഞു അമാവാസി വരാറായെന്ന്. അതെന്നാ വരുന്നേ? ആഹാ, നല്ല ആളോടാ ചോദിക്കുന്നേ. അമാവാസിക്ക് ഇനി 2 ദിവസം കൂടെ ഉണ്ട്. ഹായ്, 2 ദിവസം കൂടെ ഉള്ളോ? അന്നാ എന്റെ ഇവന്റെ ബർത്ത്ഡേ. കേക്ക് വാങ്ങി തരുമോ അച്ഛാ? നിങ്ങൾക്ക് കേക്കോ തോക്കോ എന്താന്ന് വെച്ചാ വാങ്ങിത്തരാം. പറഞ്ഞ അനുസരിക്കാത്ത ഇവർക്ക് എന്തിനാ ജിത്തു നീ കേക്ക് വാങ്ങിക്കൊടുക്കാൻ നിൽക്കുന്നേ? ഞങ്ങൾ പറഞ്ഞ അനുസരിക്കുമല്ലോ. ആ, അനുസരിക്കും. കുറെ ഒന്ന് കണ്ണു തെറ്റി അപ്പ കാണും സർപ്പക്കാവിലോ അല്ലെങ്കിൽ സർപ്പപ്പുറ്റിന്റെ അടുത്തോ. മൊത്തം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ.